ടെൻസ്ഡ് ആണോ? എങ്കിൽ ഇന്നത്തെ ദൂത് നിങ്ങളോടുള്ളതാണ്. നമ്മൾ ആരെങ്കിലും ഈ ഒരു അവസ്ഥയിലാണ് കേൾക്കുന്നതെങ്കിൽ യേശുവിന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണ് നമ്മൾ കേൾക്കാൻ പോവാണ്. മാർത്തേ, മാർത്തേ 2 വട്ടം വിളിക്കുകയാണ്. മാർത്തേ, മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. മനസ്സിൽ ആകെ കലക്കമാ. ഇളകി മറിഞ്ഞു കിടക്കുവാ. ഒരു ക്ലാരിറ്റി ഇല്ല. മനസ്സിൽ ഫുൾ ടെൻഷനാണ്. പലപ്പോഴും നമ്മൾ പലപ്പോഴും പലതും വിളിച്ചു പറയുന്നതിന്റെ കാര്യം നമ്മുടെ മനസ്സിൽ കലക്കം ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ മാർത്ത ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ യേശുവിനോടൊന്ന് കംപ്ലൈന്റ് ചെയ്യുവാണ്. തന്റെ സിസ്റ്ററിനെ പറ്റി കംപ്ലൈന്റ് ചെയ്യുവാണ്. പക്ഷെ നിങ്ങൾ മറിയെ ശ്രദ്ധിച്ചോ? മറിയ ഒരക്ഷരം മിണ്ടുന്നില്ല. മറിയ അവിടെ ഇരിക്കുകയാണ്. എന്താണ്? ഇരിക്കുകയാണ്. മാർത്ത ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഞാനിങ്ങനെ മനസ്സിനെ സങ്കല്പിക്കുകയാണ്. ഒരു സ്ഥലത്തുനിന്ന് ഒരു നമ്മുടെ ഇന്നത്തെ പോലെ എന്താ പറയാ, അടുക്കളയിലെ ടേബിളൊക്കെ ഉള്ള പോലെ, ചിലപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെ ടേബിളൊന്നും ഉണ്ടായിരുന്നു വരത്തില്ല. ചിലപ്പോൾ എല്ലാം തറയിലായിരിക്കും. നമ്മുടെ ഇന്നത്തെ പോലെ വാഷ് ബേസിൻ കിച്ചൻ്റെ അകത്ത് തന്നെ ആകണമെന്നില്ല. പണ്ടുള്ള തറവാട് വീടുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ മിക്കവാറും കഴുകുന്നതൊക്കെ പുറത്തായിരിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ചിക്കനൊക്കെ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഫിഷൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുക്കുന്നു. പക്ഷെ അന്നങ്ങനെ അങ്ങനെയല്ല. ചിലപ്പം പുറത്ത് പോയിട്ട് കോഴിക്കൂട്ടിൽ നിന്ന് ഒരു കോഴിയെ പിടിച്ച് അറുത്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഒരുപാട് ഓട്ടമാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. മാർത്ത അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, ടെൻഷൻ അടിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, ഇന്ന സമയത്ത് ചെയ്യണം. പക്ഷെ മറിയെ നോക്കിക്കഴിഞ്ഞാൽ മറിയയുടെ ഇരിപ്പാ. സമാധാനമായിട്ട് ഇരിക്കുക. അപ്പൊ യേശുവിന് ഈ മറിയയുടെ ഇരിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് എന്നെ ചിന്തിപ്പിച്ച വിഷയം. ഒരുപാട് കാര്യങ്ങളിൽ ഓടുന്നവരാണ് നമ്മൾ പലരും, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ജോലി സംബന്ധമായ നമ്മൾ ഓട്ടമാണ്. രാവിലെ എഴുന്നേറ്റ സമയം മുതൽ ഓട്ടമാണ്. ഓട്ടമാണ്. തിരിച്ച് വീട്ടിൽ വരുമ്പോഴും ഓട്ടമാണ്. വീട്ടിൽ വന്നാൽ വീട്ടിലെ കാര്യങ്ങളെ ഓട്ടമാണ്. മനസ്സിലാണെങ്കിൽ പല പല വിഷയങ്ങൾ, ടെൻഷനാണ്, നാളത്തെ കാര്യം എന്താവും, പല പല ചിന്തകളാണ്. പക്ഷെ കർത്താവിന് ഇന്ന് നമ്മളോട് പറയാനുള്ളത്, നമ്മൾ അങ്ങനെ മനസ്സ് കലങ്ങിയിരിക്കേണ്ടവരല്ല. നമ്മൾ സമാധാനമായിട്ട് ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മറിയെ നോക്ക്. മറിയ ഒരു അക്ഷരം മിണ്ടുന്നില്ല. മറിയ തിരിച്ച് കംപ്ലൈന്റ് പറയുന്നില്ല. ഷീ ഈസ് അബ്സല്യൂട്ട്ലി സൈലന്റ്. അപ്പം മറിയയുടെ മനസ്സൊന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, മറിയയ്ക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു മനസ്സ് കലക്കവും ഇല്ല, ഒരു വെപ്രാളവുമില്ല. അവളോട് ഇരിക്കുകയാണ്. അവളോട് ചോദിച്ചാൽ ഒരു കാര്യം പറയും, എൻ്റെ മനസ്സിൽ സമാധാനമുണ്ട്. കാരണം ഞാൻ ഇരിക്കുന്നത് എൻ്റെ ഗുരുവിൻ്റെ മുൻപിലാണ്. ഞാൻ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എങ്ങനെ നമുക്ക് സമാധാനം പ്രാപിക്കാൻ സാധിക്കും? ഒറ്റ വഴിയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മുടെ മനസ്സിൻ്റെ ആ ഇളക്കത്തെ ഒന്ന് ശാന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും മനസ്സ് കലങ്ങിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിൻ്റെ കലക്കം മാറ്റി ദൈവിക സമാധാനം ഹൃദയത്തിൽ തരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് ഏറ്റെടുക്കാൻ എത്ര നമുക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഇനി രണ്ടുപേരുടെ പൊസിഷൻ നോക്കിയേ. മാർത്ത ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അടുക്കളയിൽ ഓടുന്നു, തിരിച്ച് ഹാളിൽ വരുന്നു, ഹാളിൽ തിരിച്ച് അടുക്കളയിൽ പോകുന്നു, അടുക്കളയിൽ വീട്ടിൽ നിന്ന് പുറത്ത് ചാടുന്നു. ഓട്ടമാണ്, ഓട്ടം. പക്ഷെ മറിയെ നോക്ക്. മറിയയുടെ പോസ്റ്റർ നോക്കി കഴിഞ്ഞാൽ മറിയ സിറ്റിംഗ്. So we live in a fast world. Everybody is running. Nobody has time to sit. ഇന്ന് രാത്രി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഒന്ന് ഇരിക്കാൻ റെഡിയാണോ? ഓടുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. കുറച്ചു നേരം ഒന്ന് ഇരിക്കാൻ റെഡിയാണോ? നമുക്ക് ഇരിക്കാൻ സമയമില്ല. നമ്മൾ ഓടുക, എപ്പോഴും ഓട്ടമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, കുറച്ചു നേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കലക്കം മാറ്റുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഇന്ന് രാത്രി നമ്മൾ പലരും ഓടുന്നവരാണ്, പല വിഷയങ്ങൾ ഓടുന്നവരാണ്. എങ്കിൽ ഇന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഒന്ന് ഇരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ഇവിടുത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് ഇരിക്കുന്ന പോസ്റ്ററാണ്. പിന്നെ നമ്മൾ മാർത്തയെ നോക്കിക്കഴിഞ്ഞാൽ മാർത്തയുടെ വായാണ് കൂടുതൽ ചലിക്കുന്നത്. യേശുവിനോട് ഇത്രയും കാര്യം പറഞ്ഞു. പക്ഷെ മറിയെ നോക്ക്. മറിയുടെ വാ ക്ലോസ്ഡ് ആണ്, ചെവി അലേർട്ടാണ്. എന്താ? യേശുവിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോൾ ഈ കേൾക്കുന്നത് കുറയും, പറയുന്നത് കൂടും. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, കേൾപ്പാൻ വേഗതയും പറവാൻ താമസം. അപ്പൊ ഈ ഒത്തിരി സംസാരിക്കുന്ന ആളുകളെ നോക്കി ശ്രദ്ധിച്ചോളാം, അവരുടെ മനസ്സ് സ്റ്റേബിൾ അല്ല. അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒത്തിരി സംസാരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ മനസ്സിൽ ക്ലാരിറ്റി ഇല്ല, അവരുടെ മനസ്സിൽ ഒത്തിരി ടെൻഷനുണ്ട്. പക്ഷെ കുറച്ച് സംസാരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മതി, അവർ ജ്ഞാനികളാണ്. കാരണം അവർക്ക് മനസ്സിൽ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ മറിയ വളരെ ശാന്തമായി അവിടെ ഇരിക്കുന്നു, അവൾ കേൾക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇരിക്കുന്നു,
2 കേൾക്കുന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? മറിയ അവൾ 39 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു ഇരുന്നു. അപ്പോൾ നിങ്ങൾ ബൈബിളിൽ നോട്ട് ചെയ്യണേ, ഈ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, എവിടെയാണ് ഇരുന്നത്? ഒന്നാം സംഗീതത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അപ്പോൾ അവിടെ ഒരു ഇരിപ്പ്, ഒരു സീറ്റ് നമ്മൾ കാണുന്നുണ്ട്. എവിടെ ഇരിക്കണം, എവിടെയാണ് ഇരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മറിയ ഇരിക്കാൻ തിരഞ്ഞെടുത്ത സീറ്റ് ശ്രദ്ധേയമാണ്, യേശുവിൻ്റെ കാൽക്കലാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സീറ്റ് എവിടെയാണ്? നമുക്ക് ബസ്സിൽ ഇരിക്കാം, നമുക്ക് ഓഫീസിൽ ഇരിക്കാം, നമുക്ക് എവിടെ ഇരിക്കാം. പക്ഷേ ഇരിപ്പ് എവിടെയാണെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ ഇരിക്കുന്നത് റൈറ്റ് പ്ലേസിലാണോ? മറിയ ഇരുന്നത് റൈറ്റ് പ്ലേസിലായിരുന്നു എന്ന് ഞാൻ ചോദിക്കട്ടെ, നമുക്കൊന്ന് ആ റൈറ്റ് പ്ലേസിൽ ഇരിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുമോ? ഹൗ മെനി ഓഫ് യു വാണ്ട് ടു സിറ്റ് അറ്റ് ദ റൈറ്റ് പ്ലേസ്? അതെ, ഏതാണ് റൈറ്റ് പ്ലേസ്? ഒറ്റ റൈറ്റ് പ്ലേസേ ഉള്ളൂ, അത് കർത്താവിന്റെ പാദപീഠമാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് എത്ര പേർക്ക് അത് ആത്മാവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് തൃപ്തി വരത്തില്ല. തൃപ്തി വരുന്ന ഒരു സീറ്റേ ഉള്ളൂ, അത് എൻ്റെ യേശുവിന്റെ കാൽക്കലാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് പോലൊരു സുഖം മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുകയായിരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം, മനസ്സുകൊണ്ട് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. യേശുവിൻ്റെ പാദപീഠത്തിലാണെങ്കിൽ നമ്മുടെ ഹൃദയം സ്റ്റേബിളായിരിക്കും. യേശുവിൻ്റെ പാദപീഠത്തിലാണെങ്കിൽ നമ്മുടെ ഹൃദയം ഉറച്ചതായിരിക്കും. അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കണമേ, അവിടെ വചനം കേട്ടു എന്നല്ല, കേട്ടുകൊണ്ടിരുന്നു. കേട്ടുകൊണ്ടിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇംഗ്ലീഷ് ബൈബിളിൽ he who sat at the Lord's feet, യേശുവിന്റെ കാൽക്കൽ ഇരുന്നു, and listened to his teaching, യേശുവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പോസ്റ്റർ ആണ് കേൾക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് ലിസണിങ് ടു സംതിങ്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മൾ എന്താണ് കേൾക്കുന്നത്? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് കേൾക്കുന്നു അത് നമ്മളെ സ്വാധീനിക്കും. നമ്മൾ എന്ത് കേട്ടുകൊണ്ടിരിക്കുന്നോ അതായിരിക്കും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് സംസാരിക്കുന്നോ അതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതായിരിക്കും നമ്മുടെ സ്വഭാവമായി മാറുന്നത്. വാട്ട് യു ഹിയർ ബിക്കംസ് യുവർ തോട്ട്. വാട്ട് യു തിങ്ക് ബിക്കംസ് യുവർ വേർഡ്സ്. വാട്ട് യു സ്പീക്ക് ബിക്കംസ് യുവർ ആക്ഷൻ. വാട്ട് യു ആക്ട് ബിക്കംസ് യുവർ ഹാബിറ്റ്. ആൻഡ് ഹാബിറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് യുവർ ക്യാരക്ടർ. അപ്പോൾ മറിയയുടെ ചാനൽ നോക്കിയാൽ മറിയ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. എങ്കിൽ മറിയ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ദൈവത്തിന്റെ വചനമാണ്. എങ്കിൽ മറിയ എന്തായിരിക്കും പറയുന്നത്? ദൈവത്തിന്റെ വചനമാണ്. മറിയ എന്തായിരിക്കും ചെയ്യുന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കും. മറിയ എന്തായിരിക്കും തന്റെ സ്വഭാവമായി മാറുന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ളതാണ്. എന്താണ് അവളുടെ സ്വഭാവം? ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ് അവളുടെ സ്വഭാവം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇരിക്കുന്നവരാണ്, പക്ഷെ ഇരിക്കുന്നത് ഒരു സ്വഭാവമാക്കിയിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ അതൊരു സ്വഭാവമായിട്ടുണ്ടോ? രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ മൊബൈൽ തപ്പും, നോട്ടിഫിക്കേഷൻ നോക്കും, എന്തൊക്കെ അലേർട്ട്സ് വന്നിട്ട് നോക്കും. അത് നമ്മുടെ സ്വഭാവമായി മാറിക്കഴിഞ്ഞു, കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മുട്ടുമടക്കാൻ പറ്റുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ യേശുവേ സ്തോത്രം എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അതൊരു സ്വഭാവമായിട്ടുണ്ടോ? അപ്പൊ സ്വഭാവമാവണം എന്ത് ചെയ്യണം? നമ്മുടെ ചെവി ശരിയാവണം. എന്ത് നമ്മൾ കേൾക്കുന്നു അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് നമ്മൾ ചിന്തിക്കുന്നോ അതാണ് നമ്മൾ പറയുന്നത്. മറിയയുടെ റൂട്ട് കറക്റ്റാണ്, റൂട്ട് ട്രാക്ക് കറക്റ്റാണ്. ഷീസ് ലിസണിങ് ടു ജീസസ്. യേശുവിനെ കേൾക്കുന്നു. അപ്പോൾ അവളുടെ പോസ്റ്റർ ശ്രദ്ധിക്കുക. ഇരിക്കുന്നു, സിറ്റിംഗ്. 2, സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് സീറ്റ്, റൈറ്റ് പ്ലേസ്. പാപികളുടെ വഴിയിലല്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിലല്ല, കവലയിൽ അവിടെയും ഇവിടെയും ചന്തസ്ഥലത്തല്ല ഇരിക്കുന്നത്, ചീട്ട് കളിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഇരിക്കുന്നത്, ഗോസിപ്പ് പറയുന്നവരുടെ കൂട്ടത്തിലല്ല ഇരിക്കുന്നത് യേശുവിന്റെ കാൽക്കലാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, അവൾ കേൾക്കുന്നു, കേട്ടുകൊണ്ടേയിരിക്കുന്നു. സിനിമ പാട്ടല്ല കേൾക്കുന്നത്, സിനിമാ കഥകളല്ല കേൾക്കുന്നത്,
അവൾ കേൾക്കുന്നത് യേശുവിന്റെ ശബ്ദമാണ്. അതെ, അവളുടെ ഹൃദയത്തിൽ യേശുവിന്റെ വചനമാണ് നിറഞ്ഞിരിക്കുന്നത്. അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ഹൃദയത്തിൽ പിന്നെ ടെൻഷന് ഒരു സ്ഥാനമില്ല. എങ്കിൽ ഇന്ന് രാത്രി ഒന്ന് തീരുമാനിക്കാമോ? എൻ്റെ ഹൃദയത്തിന്റെ കലക്കം മാറണമേ ഒറ്റ വഴിയുള്ളൂ. ഞാൻ എൻ്റെ യേശുവിന്റെ സന്നിധിയിലിരുന്ന് അവന് പറയാനുള്ളത് ഞാൻ കേൾക്കും. ഞാൻ പറയുന്നു, നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് പറയാനുള്ളത് പറഞ്ഞിട്ട് ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാനൂടെ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ പറയുന്നവർ മാത്രമല്ല, കാരണം ഇറ്റ്സ് എ ടു വേ കോൺവെർസേഷൻ. ദൈവവുമായിട്ടുള്ള സംസാരം എന്ന് പറയുന്നത് വൺ വേ കോൺവെർസേഷൻ അല്ല. ലോകത്തിൽ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയെല്ലാം വൺ വേ കോൺവെർസേഷൻ ആണ്. ബട്ട് ദ കോൺവെർസേഷൻ ബൈബിൾ പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടു വേ കോൺവെർസേഷൻ. പറയുക മാത്രമല്ല, കേൾക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് മറിയയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഷീ വാസ് ആൻ ആക്റ്റീവ് ലിസണർ, ലിസണിങ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ വചനം മാറ്റം വരുത്തും. ഹല്ലേലൂയ. നമുക്ക് പാസീവായിട്ട് ലിസൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പാസീവായിട്ട് കേൾക്കും. പക്ഷെ വേർഡ് ഓഫ് ഗോഡ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാമെങ്കിൽ ഇറ്റ് വിൽ ഇമ്പാക്ട് us ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് പവർഫുൾ. എങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കണം, ഞാൻ കേൾക്കുന്നത് എന്താണ്. അടുത്ത മറിയയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറിയയുടെ നെക്സ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത് തിരഞ്ഞെടുപ്പാണ്. അവളുടെ തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? മറിയയുടെ തിരഞ്ഞെടുപ്പ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാക്കാണ്, യേശു കർത്താവിനോട് വന്നിട്ട് കംപ്ലൈന്റ് പറയുകയാണ്. ആരാ? മാർത്ത വന്ന് കംപ്ലൈന്റ് പറയുകയാണ്. മറിയ സൈലന്റ് ആണ്. മറിയ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല. ഉടനെ യേശു അവക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചേ, യേശു ആ വീട്ടിലില്ലായിരുന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ. യേശു ആ വീട്ടിലില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു ഉഗ്ര അടി നടക്കേണ്ട സാധ്യത ഉണ്ട്. കാരണം അവൾ അതടുത്ത് നിന്ന് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് യേശു അവിടെ ഉള്ളതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. യേശു അവിടെ ഉള്ളതുകൊണ്ട് യേശു പറയാണ്, ആരും അവളിൽ നിന്ന് അത് അപഹരിക്കുകയില്ല എന്ന് പറഞ്ഞ യേശു മാന്യമായ ഭാഷ പറയാണ്, അവളെ ഇപ്പൊ അടുക്കളയെ വിളിച്ചോണ്ട് പോവാൻ നീ വിചാരിച്ചാൽ അത് നടക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തുമില്ല. കാരണം എനിക്ക് അവളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവക്ക് എന്നിൽ നിന്ന് കേൾക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കേണ്ടത് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് നാളെ ഉണ്ടാക്കാം. പക്ഷെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും വലിയൊരു ഫുഡ് ഇവളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിത്യജീവന്റെ മൊഴികളാണ്. മത്തായി സുവിശേഷം 4:4 പറയുന്ന, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ വാസ്തവത്തില് യേശു അവിടെ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാണാനുള്ള കണ്ണ് മാർത്തയ്ക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. മാർത്തയുടെ ടെൻഷൻ എന്ന് പറയുന്നത് ഭൗതികമായ ഫുഡായിരുന്നെങ്കിൽ, മറിയയുടെ ചിന്ത എന്ന് പറയുന്നത് ഭൗമികമായ ഫുഡല്ല, നിത്യമായ ഫുഡാണ്. ദൈവമക്കൾ ഇതിനകത്ത് ചോദിക്കട്ടെ, നമ്മുടെ വിശപ്പ് എന്തിനു വേണ്ടിയാണ്? ഭൗതികമായ ഫുഡ് കഴിക്കാനുള്ള വിശപ്പാണോ, അതോ ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള വിശപ്പാണോ? ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള വിശപ്പ് ഉള്ളിലുണ്ട്? ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിക്കാമോ? എൻ്റെ ദൈവത്തിന്റെ വചനം എനിക്ക് കേൾക്കണം, എൻ്റെ ദൈവത്തിന് എന്നോട് എന്താണ് പറയാനുള്ളത് എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊന്ന് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കർത്താവിനോട് പറയും, കർത്താവേ, എൻ്റെ ഹൃദയത്തില്, എൻ്റെ ആത്മാവില് എന്തെന്നില്ലാത്തൊരു വിശപ്പുണ്ട് കർത്താവേ. മറ്റൊന്നിനുമല്ല, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടിയുള്ള വിശപ്പ്, അങ്ങയുടെ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, നിന്റെ വചനങ്ങൾക്കായി വിശപ്പുണ്ടെന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട്? എങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിന് ഭക്ഷണമായി തീരും. അപ്പം ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവർക്ക് രണ്ടുപേർക്കും, അല്ല, സത്യം പറഞ്ഞാൽ ആരാ യേശുവിനെ വീട്ടിലോട്ട് വിളിച്ചത്? നിങ്ങൾ ബാക്കി ശ്രദ്ധിച്ചോ. ആരാ യേശുവിനെ വീട്ടിലോട്ട് വിളിച്ചത്? മറിയാണോ മാർത്തയാണോ? ശ്രദ്ധിച്ചു നോക്കുക, ആരാണ് യേശുവിനെ വീട്ടിലെ വിളിച്ചത്, ഇൻവൈറ്റ് ചെയ്തത്? 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അപ്പൊ വീട്ടിൽ വിളിച്ചു വരുത്തിയ ആരാ? മാർത്തയാണ്. എന്നിട്ട് വീട്ടിൽ വിളിച്ചു വരുത്തിയ മാർത്ത അടുക്കളയിൽ പോകുന്നു, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു, ടെൻഷൻ അടിക്കുന്നു. ഇത് അവളുടെ ചോയ്സ് ആണ്. ചോയ്സ്, എല്ലാവരും പറയുമ്പോൾ ചോയ്സ്, തിരഞ്ഞെടുപ്പ്. പക്ഷെ മറിയയുടെ ചോയ്സ്
മറ്റൊന്നായിരുന്നു. ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ചോയ്സ് ഉണ്ട്. നമുക്കെല്ലാവർക്കും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഒരിക്കലും കൈകടത്തത്തില്ല. God will never intervene in our free will. ആദാമിനും ഹവ്വയോടും പറഞ്ഞു, നിങ്ങൾക്ക് ഈ തോട്ടത്തിലുള്ള ഏത് വൃക്ഷത്തിന്റെ ഫലം വേണമെങ്കിലും തിന്നാം. അത് അവരുടെ ചോയ്സ് ആണ്. ദൈവം ഒരിക്കലും അവരെ തടഞ്ഞില്ല. ഇറ്റ് വാസ് their ചോയ്സ്. അതെ, ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയാണ്, താങ്കൾക്ക് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൽ ഇരിക്കണോ വേണ്ടയോ തീരുമാനിക്കാനുള്ള ചോയ്സ് താങ്കൾക്കുണ്ട്. നമുക്ക് ചോയ്സ് ഉണ്ട്. മറിയയ്ക്ക് ചോയ്സ് ഉണ്ട്, മാർത്തയ്ക്കും ചോയ്സ് ഉണ്ട്. മാർത്ത എന്ത് ചൂസ് ചെയ്തു, മറിയ എന്ത് ചൂസ് ചെയ്തു? നമുക്കറിയാം, മാർത്ത ചൂസ് ചെയ്തത് ടെൻഷൻ അടിക്കാനാണ് ചൂസ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടാൻ ചൂസ് ചെയ്തു. പലതിനെ ചൊല്ലി വിചാരപ്പെടാൻ ചൂസ് ചെയ്തു. മനം കലങ്ങാൻ ചൂസ് ചെയ്തു. പല കാര്യങ്ങൾ തിരഞ്ഞെടുത്തു. എന്നാൽ മറിയ ഒരു നല്ല തെരഞ്ഞെടുപ്പ് നടത്തി. യേശു പറയാണ്, 42 വാക്യം, എന്നാൽ ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. യേശു പറയാണ്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതായത് നല്ലൊരു തിരഞ്ഞെടുപ്പ് മറിയ ചെയ്തു. അതെ, നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമുക്ക് കോളേജ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ കോളേജസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് കോളേജിൽ പോയി, ഗവൺമെൻറ് കോളേജിൽ പഠിക്കണോ പ്രൈവറ്റ് കോളേജിൽ പഠിക്കണോ, ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. ഏത് തിരഞ്ഞെടുക്കുമോ അതിൻ്റെ അനുസരിച്ചായിരിക്കും റിസൾട്ട് ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞ പോലെ, എന്ത് ജീവിതത്തിൽ നാം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നോ അത് കർത്താവ് ശ്രദ്ധിക്കുന്നു. കർത്താവ് പറയാണ്, മറിയ എടുത്ത തിരഞ്ഞെടുപ്പാണ് ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുപ്പ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുമല്ലോ, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, അല്ലേ? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളുണ്ട്. നമ്മൾ നല്ല തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ ബൈബിൾ അനുസരിച്ച് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് എന്ന് അറിയാമോ? കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന സമയമാണ് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. അഥവാ കർത്താവിൻ്റെ നാമത്തിൽ നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ ഒന്ന് പരിശോധിക്കേണ്ട സമയമാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എന്താണ്? നമുക്ക് പലതും തിരഞ്ഞെടുക്കാൻ സാധിക്കും. നമ്മുടെ പൈസ എങ്ങനെ ചെലവഴിക്കണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. നമ്മൾ എന്തിന് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മൾ ആരോട് സംസാരിക്കണം, എന്ത് കേൾക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവമക്കളെ, വി ഹാവ് ടു ബി വെരി സെലക്റ്റീവ് ഇൻ വാട്ട് വി ചൂസ്. നമ്മൾ എന്ത് കേൾക്കണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം, വേറൊരാൾ തീരുമാനിക്കരുത്. നമ്മൾ എന്ത് സംസാരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. വേറൊരാൾക്ക് നമ്മളെ പ്രകോപിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. വേറൊരാൾക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. വേറൊരാൾക്ക് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, എന്നെ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് പറയാം, പക്ഷെ തിരിച്ചെന്ത് പറയണം എന്നുള്ള സ്വാതന്ത്ര്യം എനിക്കാണുള്ളത്. വേറൊരാൾക്ക് എന്നെ പ്രകോപിപ്പിക്കാം, പക്ഷെ തിരിച്ചെന്ത് പറയണം എന്നുള്ള സ്വാതന്ത്ര്യം ഞാൻ മറ്റാർക്കും കൊടുക്കത്തില്ല. അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. സോ എ ഗോഡ്ലി പേഴ്സൺ, ഒരു ദൈവ പൈതലിന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് കറക്റ്റായിട്ട് അവൻ തിരഞ്ഞെടുക്കും. നമ്മുടെ വാക്കുകളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. നമ്മുടെ ചിന്തകളെ പോലും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. നമ്മുടെ കണ്ണുകളെ നമുക്ക് സെലക്റ്റീവായിട്ട് കാണാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അരുതാത്തത് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ വന്നാൽ അത് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. മറ്റാരും കാണത്തില്ലെങ്കിലും ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ വരുന്ന, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന, അല്ലെങ്കിൽ റീൽസ്, ഏതൊക്കെ കാണണം ഏതൊക്കെ കാണണ്ട എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മറിയ നല്ലത് തിരഞ്ഞെടുത്തു. അവളുടെ തിരഞ്ഞെടുപ്പ് ഉഗ്രനായിരുന്നു, മനോഹരമായിരുന്നു, ബെസ്റ്റ് ആയിരുന്നു. അപ്പോൾ മറിയയുടെ പോസ്റ്ററാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവൾ ഇരിക്കുന്നു, സിറ്റിംഗ്, കറക്റ്റ് സ്ഥാനത്തിരിക്കുന്നു, ദ റൈറ്റ് പ്ലേസ്. ഷീസ് ലിസ്ണിംഗ്, അവൾ ശ്രദ്ധിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഷീസ് ലിസണിങ് ടു ദ വോയിസ് ഓഫ് ഗോഡ്.
ഷീ ഹാസ് ചോസൺ ദ റൈറ്റ് തിങ്, ഷീ ഹാസ് ചോസൺ ദ ബെസ്റ്റ് തിങ്. അവിടെ യേശു പറയാണ്, യു വൺ തിങ് ഈസ് നെസസറി. എന്നാൽ അല്പം, 42-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. അവിടെ കഥ പറയാണ്, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. ശ്രദ്ധിച്ചോ, അല്പമേ വേണ്ടു. വേണ്ടു എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വേണ്ടത്, നെസസറി, നീഡ്ഫുൾ, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്, ഏറ്റവും അർജന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ നീഡും ഗ്രീഡും വ്യത്യാസമുണ്ട്. ആവശ്യവും അത്യാവശ്യവും അല്ലെങ്കിൽ അത്യാഗ്രഹവും വ്യത്യാസമുണ്ട്. ആവശ്യവും അത്യാവശ്യവും വ്യത്യാസമുണ്ട്. അപ്പൊ കഥ പറയാണ്, ഒന്ന് എന്നാൽ അല്പമേ വേണ്ടു. വൺ തിങ് ഇസ് നെസസറി. ഇംഗ്ലീഷ് ബൈബിളിൽ അല്പം എന്ന് പറയുന്നത് വൺ തിങ്, അല്ലെങ്കിൽ ഏറ്റവും വേണ്ട കാര്യം. അപ്പോൾ മറിയയുടെ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത, അവൾ തെരഞ്ഞെടുത്തത് ഏറ്റവും വേണ്ടതാണ് തിരഞ്ഞെടുത്തത്, ഏറ്റവും നീഡഡ് ആയിട്ടുള്ള കാര്യമാണ് തിരഞ്ഞെടുത്തത്. അതെ ദൈവമക്കളെ, നമ്മൾ തിരഞ്ഞെടുക്കുന്നവരായിരിക്കണം, നമ്മൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്നവരായിരിക്കണം. അപ്പോൾ തന്നെ ഏറ്റവും ആവശ്യമായത് തിരഞ്ഞെടുക്കുന്നവരായിരിക്കണം, ഏറ്റവും നീഡഡ്. അതായത് ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു യൂട്യൂബിലെ വീഡിയോ കാണാം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഫോൺ വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓഫീസിലെ പണി ചെയ്യാം, അല്ലെങ്കിൽ കടയിൽ വരെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളത് ദൈവം നോക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മ മനസ്സിൽ പറയാണ്, ഇപ്പൊ ഒന്നും ചെയ്യേണ്ട, ഇപ്പം മുറി പോയി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ പ്രേരണ തരികയാണ്. പക്ഷെ നമ്മുടെ ചോയ്സ് ആണ്. അപ്പോൾ ഏറ്റവും വേണ്ടതെന്ന് പറയുന്നത് ആ ഹോളി സ്പിരിറ്റിന്റെ പ്രോംപ്റ്റിംഗ് ആണ്. ഇപ്പോൾ പ്രാർത്ഥിക്കണം, അത്യാവശ്യമായി പ്രാർത്ഥിക്കണം, ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരാൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ ആവശ്യമായിട്ട് നിൽക്കുന്നു. പ്രാർത്ഥന വളരെ ആവശ്യമായ ഒരു സമയം വരുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം മാറ്റിവെച്ച് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നു. ഇതാണ് അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. അപ്പോൾ ഞാൻ പറയാൻ ഇവിടുന്ന് ഞാൻ ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ കാണിച്ചെന്ന ഒരു കാര്യമാണ്, മറിയ ചൂസ് ചെയ്തത്, ഷീ ചോസ് ദ നീഡ്ഫുൾ, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള കാര്യം ചൂസ് ചെയ്തു. എന്താണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം അവൾ തിരഞ്ഞെടുത്തത്? കർത്താവിന്റെ വചനം കേൾക്കുക. കാരണം ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമോ എന്ന് മറിയക്കറിയില്ല. ഇനി കർത്താവിന് ഇതുപോലെ വീട്ടിൽ കിട്ടുമോ എന്ന് മറിയക്കറിയില്ല. കാരണം യേശു വളരെ തിരക്കുള്ള മനുഷ്യനാണ്, തിരക്കുള്ള വ്യക്തിയാണ്, ഗുരുവാണ്, യേശു യാത്ര ചെയ്യാണ്. അതുകൊണ്ട് യേശുവിനെ വീട്ടിൽ കിട്ടിയ ഈ നിമിഷം, ഇഫ് ഐ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി, ഐ എം ഗോയിങ് ടു മിസ് ഇറ്റ് ഫോർ എവർ. അതുകൊണ്ട് ദൈവമക്കളെ, ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുൻപിൽ ദൈവം കൊണ്ടുവരും. ദാറ്റ് ഈസ് എ റൈറ്റ് ടൈം. അത് നമ്മൾ അന്നേരം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് എന്നേക്കുമായി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. ചില വ്യക്തികളെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരും. ആ സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. ചിലരെ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരും. അവരോട് സുവിശേഷം പറയാൻ ചിലപ്പോൾ ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും. അന്ന് നമ്മൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ പിന്നെ ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിൽ അത് നമ്മുടെ ദേശത്തിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ദൈവമക്കളെ, എന്താണ് നീഡഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഒന്ന് മാത്രം മതി, അല്പമേ വേണ്ടൂ. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. ഇനി അവസാനമായിട്ട് നമ്മൾ കാണുന്നത്, അതാരും അവളോട് അപഹരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അവളുടെ ആ തിരഞ്ഞെടുപ്പ് ദൈവം അക്സെപ്റ്റ് ചെയ്തു. ഇനി അവളുടെ ആ തിരഞ്ഞെടുപ്പിൽ നിന്നും അവളെ പിന്നോട്ട് വലിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതെ ദൈവമക്കളെ, നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ കർത്താവ് വലിയൊരു സ്റ്റെപ്പ് നമുക്ക് വേണ്ടി എടുക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയം തന്നെ ഒരു ഫോൺ കോൾ വരും. പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിക്കുന്ന ദിവസം തന്നെ മറ്റെന്തെങ്കിലും കാര്യം നമ്മുടെ വീട്ടിൽ വരും. പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്ന നിമിഷത്തിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ വരും. പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിക്കണം, ഇല്ല, അതിനെ ഞാൻ ഓവർകം ചെയ്യും. ഞാൻ നല്ല അംശം തിരഞ്ഞെടുക്കും, ഞാൻ നല്ലത് തിരഞ്ഞെടുക്കും, നീഡായിട്ട് തിരഞ്ഞെടുക്കും, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ഞാൻ തിരഞ്ഞെടുക്കും എന്ന് രാത്രി തീരുമാനിക്കും. ഹല്ലേലൂയ. എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഇനി നമുക്ക്
പ- ആ, പത്രോസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് നോക്കാം. പത്രോസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 2-4 വാക്യങ്ങൾ നമുക്ക് നോക്കാം. പത്രോസിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായം വായിക്കാമോ? 2-4 വാക്യങ്ങൾ. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ന്റെ 2-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ന്റെ 2-ാമത്തെ വാക്യം. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. 3-ാമത്തെ വാക്യം. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. 4-ാമത്തെ വാക്യം വായിക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പത്രോസ് പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ടാസ്ക് ഉണ്ട്. മേശമേൽ ശുശ്രൂഷിക്കേണ്ട ഒരു 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 ഉത്തരവാദിത്വം ഉണ്ട്. മേശമേൽ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ ഫുഡ് സെർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പത്രോസ് പറയാണ്, അതിനു വേണ്ടി നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്യണം? ഒരു 7 പേരെ തിരഞ്ഞെടുക്കണം. ഞങ്ങൾക്ക് ഇപ്പം അതിനുള്ള സമയമില്ല. ഞങ്ങൾ അതിൽ മേശയെ ശുശ്രൂഷിക്കാൻ പോയി കഴിഞ്ഞാൽ വചന ശുശ്രൂഷ അവിടെ കിടക്കും, പ്രാർത്ഥന അവിടെ കിടക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 7 പേരെ തിരഞ്ഞെടുക്കണം. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിയിരിക്കും. എത്ര നല്ല തെരഞ്ഞെടുപ്പല്ലേ! നിങ്ങൾ ശ്രദ്ധിച്ചോ? പത്രോസിന്റെ തെരഞ്ഞെടുപ്പ് വളരെ മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ബട്ട് വി വിൽ ഡിവോട്ട് ourselves to prayer and to the ministry of the word. ദൈവമക്കളെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എല്ലാം ചെയ്യാനല്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണ്. വി ആർ ബിസി വിത്ത് മെനി തിങ്സ്. പക്ഷെ നമ്മൾ എല്ലാറ്റിലും നമ്മൾ ബിസി ആവേണ്ട കാര്യമില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ചത് എന്താണോ അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് നമ്മൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഏൽപ്പിച്ചിട്ട് നമ്മൾ എന്താണോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അത് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, യെസ്, അവൻ നല്ലൊരു അംശം തിരഞ്ഞെടുത്തു. പത്രോസ് നല്ലൊരു തീരുമാനം എടുത്തു. പത്രോസ് അപ്പോസ്തലനാണ്, സഭയെക്കുറിച്ച് വലിയ തിരക്കുള്ള മനുഷ്യനാണ്. ആയിരങ്ങൾ സഭയിൽ വരുന്നുണ്ട്, ഒത്തിരി ശുശ്രൂഷകളുണ്ട്. മേശമേലെ ശുശ്രൂഷ 7 പേരെ ഏൽപ്പിച്ചിട്ട് പത്രോസ് പറയണം, ഞങ്ങളും ഒറ്റയിരിക്കും, ഡിവോട്ട് ചെയ്യും. അതെ ദൈവമക്കളെ, ചോദിക്കട്ടെ, നമുക്ക് പ്രാർത്ഥനയിലും വചനധ്യാനത്തിനു വേണ്ടി ഒറ്റയിരിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതെ, ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന സമയം. നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് നമ്മൾ മെസ്സേജൊക്കെ പറയുന്നവർ അല്ലെങ്കിൽ നമ്മൾ വചന ശുശ്രൂഷ ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. നമ്മൾ ഒത്തിരി സംസാരിക്കുന്നവരാണ്, ഒത്തിരി പറയുന്നവരാണ്, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നവരാണ്. അപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നവരായിരിക്കണം, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരായിരിക്കണം, ദൈവസന്നിധിയിൽ കേൾക്കാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സോ ഈച്ച് വൺ ഓഫ് us നീഡ് എ ടൈം ഫോർ ourselves ആൻഡ് ഫോർ ഗോഡ്. അങ്ങനെ ഒരു സമയം നമുക്കുണ്ടോ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഓടുന്നവരാണ്. ബട്ട് ഗോഡ് വാണ്ട്സ് അസ് ഒരു കുറച്ച് സമയം ദൈവസേവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 6-ന്റെ 6-ാമത്തെ വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥനാശീലം നമുക്കുണ്ടോ? എനിക്കറിയാം നമ്മൾ പലരും അങ്ങനെ ചെയ്യുന്നവരാണ്. എങ്കിലും പബ്ലിക്കായിട്ട് പറയണം, അങ്ങനെ നമുക്ക് പേഴ്സണലായിട്ട് വാതിലടച്ച് മുറിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തണ്ട, പക്ഷെ ഒന്ന് ചോദിക്കാമോ? ദൈവം ആഗ്രഹിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. നമ്മളെല്ലാവരും പല കാര്യത്തിൽ ഏർപ്പെടുന്നവരാണ്. നമ്മൾ പാട്ട് പാടുന്നുണ്ട്, വചന ശുശ്രൂഷിക്കുന്നവരുണ്ട്, ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടൊരു കാര്യമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വേറിട്ടിരിക്കുന്ന സമയം. അങ്ങനെ ഒരു സമയം നമുക്കില്ലെങ്കിൽ ഇന്ന് നമുക്ക് തീരുമാനിക്കാം, കർത്താവേ, ഞാൻ അങ്ങനെ ഒരു സമയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നോടുകൂടെ അങ്ങനെ തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൈ ഉയർത്തണ്ട, പക്ഷെ അന്ന് മനസ്സിൽ തീരുമാനിക്കാമോ? ഡ്യൂട്ടി ഉണ്ട്, ശരിയാണ്.
രാവിലെ പോണം, അടുക്കളയിലെ ജോലിയുണ്ട്, ഡ്യൂട്ടിയുണ്ട്, തിരിച്ചു വരണം, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്, ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ ഒരു കുറച്ച് സമയം റൂം അടച്ച് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ നമുക്ക് ഒരു സമയം വേണ്ടേ? യേശു പറയാണ്, വെൻ യു ഗോ, വെൻ യു പ്രേ, ഗോ ഇൻ ടു യുവർ റൂം ആൻഡ് വെൻ യു ഹാവ് ഷട്ട് യുവർ ഡോർ. എന്തിനാ ഷട്ട് ചെയ്യുന്നത്? മറ്റൊരു തടസ്സം വരാതിരിക്കാൻ, മറ്റൊരു ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാൻ. ക്ലോസ് ദ ഡോർ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിച്ച ഭാഗത്തില് മറിയ ദൈവവചനം കേട്ടോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ വന്നിരിക്കുക മാർത്ത ശല്യപ്പെടുത്താൻ. എന്താ? കർത്താവെ അവളെ അടുക്കളയിലോട്ട് വിടാൻ. കർത്താവ് ഉടനെ തന്നെ വാതിലടച്ചു. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല, അവളെ വിട്ടുതരത്തില്ല. അവളിപ്പോൾ പ്രാർത്ഥനയിലാണ്, അവൾ വചനധ്യാനത്തിലാണ്, ഞാൻ അവളെ വിട്ടുതരത്തില്ല. അതെ, ദൈവത്തിന് ഭയങ്കര അസൂയയാണ് നമ്മളെക്കുറിച്ച്. എന്തിനറിയാമോ? ഹീസ് ജലസ് ഫോർ അസ്. നമ്മുടെ അറ്റൻഷന് വേണ്ടി ദൈവം ജലസാണ്. നമ്മുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കർത്താവ് കൊതിക്കുകയാണ്. നമ്മുടെ സമയത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുകയാണ്. നമ്മളോടൊന്ന് സംസാരിക്കാൻ ദൈവം കൊതിക്കുകയാണ്. ഗോഡ് വാണ്ട്സ് ടു ടോക്ക് ടു അസ്. പക്ഷെ നമ്മളെ കിട്ടാറില്ല. നമ്മൾ ഓരോരോ ഒഴിവഴികൾ പറഞ്ഞ് നമ്മളിങ്ങനെ തെന്നി പോവുക. പിന്നെ പ്രാർത്ഥിക്കണം, നാളെ ആവട്ടെ, അല്ലെ വൈകിട്ട് പ്രാർത്ഥിക്കാം, നാളെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തട്ടി വിടുകയാണ്. പക്ഷെ ഗോഡ് ഈസ് ഗോഡ് വാണ്ട്സ് us ടു സ്പെൻഡ് സം ടൈം വിത്ത് ഹിം. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മുറിയിൽ ചെന്ന് വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. അത് ആരോടും പറയരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ അറിയരുത്. നിങ്ങൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ രഹസ്യമായിരിക്കണം. അത് ദൈവത്തോട് മാത്രമേ പറയാവുള്ളൂ. പരസ്യ പ്രാർത്ഥനയെക്കുറിച്ചല്ല പറയുന്നത്, കൂട്ടായ്മ പ്രാർത്ഥനയെക്കുറിച്ചല്ല പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന. അത് അതീവ രഹസ്യമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സീക്രട്ട്. കഴിയുന്നത് ആരും കാണാതിരിക്കുന്ന സമയം നോക്കി, എല്ലാവരും ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ആരും കാണാത്ത സമയത്തോ വളരെ രഹസ്യമായി ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സമയം നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമുക്കൊരു ബൈബിളൊരു വാക്യം നോക്കാം, എക്സാമ്പിൾ നോക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 1:15 വാക്യം. അതുപോലെ സീക്രട്ട് ആയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 1 ശമൂവേൽ 1:15. ഹന്നയാണ് എക്സാമ്പിൾ. ഹന്ന സഹോദരിയുടെ പ്രാർത്ഥന വായിക്കാമോ? അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. ആമേൻ, യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ. യഹോവയുടെ സന്നിധിയിൽ അവൾ ഇരുന്ന സ്ഥലം റൈറ്റ് പ്ലേസ് ആയിരുന്നു. ദേവാലയത്തിൽ അവൾ വന്നിരിക്കുകയാണ്. എന്റെ ഹൃദയം പകരുകയത്രേ. ദൈവമക്കളെ, ഇങ്ങനെ ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ഭാരങ്ങളുണ്ട്, ഒത്തിരി വിഷമങ്ങളുണ്ട്, ഒത്തിരി ആകുലതകളുണ്ട്, ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്, ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ? ആരോട് പറയാൻ? ആര് കേൾക്കാൻ? അല്ലേ? ആരോട് പറയാൻ? ആര് കേൾക്കാൻ? പക്ഷെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് പറയാൻ ഒരു സ്ഥലമുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. പല ദൈവമക്കളും ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുക. പലവിധമായിട്ടുള്ള ഭാരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. ആരോട് പറയാൻ? ഞാൻ പറയുന്നു, അത് ആരോട് പറയാൻ വരട്ടെ? ദൈവത്തോട് നമുക്ക് പറയാം. എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഹൃദയം പകരുകയായിരുന്നു. പറയേണ്ടവനോട് പറഞ്ഞാൽ തക്ക സമയമാവുമ്പോൾ ഉത്തരം കിട്ടും. ഹന്ന പറയേണ്ടവനോട് പറഞ്ഞു. തന്റെ പ്രതിയോഗിയായ പെനീന അവളെ കുത്തുവർത്തമാനം പറഞ്ഞ് നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹന്ന അതിന് മറുപടി പറയാതെ അവൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞത് ദൈവത്തോടാണ്. അതുകൊണ്ട് തക്ക സമയത്ത് ഉത്തരം കിട്ടി. ഞാൻ ചോദിക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളെ പറയുവാൻ ഒരു സ്ഥലമുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. നമ്മുടെ വിഷമങ്ങളെ കേൾക്കുന്ന ഒരു ചെവിയുണ്ട്. അത് സർവശക്തനായ ദൈവത്തിന്റെ കാതുകളാണ്. നമ്മുടെ ഹൃദയത്തെ കാണുന്നൊരു കണ്ണുകളുണ്ട്. അത് അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. നമ്മളെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. നാം ഇരിക്കുന്നത് അറിയുന്നു, നാം എഴുന്നേൽക്കുന്നത് അറിയുന്നു, നാം പോകുന്നത് അറിയുന്നു. ഇതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെച്ചിട്ട് എത്ര ദിവസങ്ങളായി? നമ്മൾ പലവിധമായ വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹൃദയത്തിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് രഹസ്യ പ്രാർത്ഥനാ മുറി. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 12:8 വാക്യം. 2 കൊരിന്ത്യർ 12:8 വാക്യം.
ഞാൻ 3 വട്ടം ദൈവത്തോട് അതെന്നെ വിട്ടു ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അതെന്നെ വിട്ടു മാറുവാൻ വേണ്ടി, അങ്ങനല്ലേ പറയുന്നത്? അതെന്നെ വിട്ടുമാറുവാൻ വേണ്ടി. അപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ നിരന്തരമായി തന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മുള്ള്, ഒരു തോൺ. നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു മുള്ള് കുടുങ്ങിയാൽ ആലോചിച്ച് നോക്ക്. കയ്യിലൊരു മുള്ള് കുടുങ്ങിയാൽ, അല്ലെങ്കിൽ വായിക്കത്തൊരു മുള്ള് കുടുങ്ങിയാൽ ഇറിറ്റേഷനാണ്. എങ്ങനെയെങ്കിലും അതൊന്ന് പുറത്ത് അടിച്ചാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും. എന്ന് പറഞ്ഞ പോലെ പൗലോസിന്റെ ജീവിതത്തിൽ നിരന്തരമായി കുത്താൻ വേണ്ടി ജഡത്തിലൊരു ഒരു ഒരു മുള്ളുണ്ടായിരുന്നു. പൗലോസ് പറയാണ്, ഞാൻ 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു മാറിപ്പോകാൻ വേണ്ടി. എന്നാൽ ദൈവത്തിന്റെ മറുപടി ഇതാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വന്നു. സങ്കീർത്തനം 34ന്റെ 18ാമത്തെ വാക്യം നമുക്ക് നോക്കാം. സങ്കീർത്തനം 34ന്റെ 18ാമത്തെ വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെങ്കിലും ഹൃദയം തകർന്നവരുണ്ടോ? മനസ്സ് തകർന്നവരുണ്ടോ? ആരോടും പറയാൻ പറ്റാത്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടോ? ആരോട് പറയും, ആര് കേൾക്കാനാ എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ടോ? എന്നാൽ ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ദൈവം അങ്ങനെയുള്ളവരുടെ അടുത്ത് നിൽക്കുകയാണ്. അതെ, ദൈവം അങ്ങനെയുള്ളവരുടെ അടുത്ത് നിൽക്കുകയാണ്. ദൈവം ദൂരത്തല്ല. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ. കഴിഞ്ഞ ദിവസം ജോണി ബ്രദർ ഒരു എക്സോട്ടേഷൻ എടുത്ത് പറഞ്ഞു, അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിൻ്റെ ജോണി ബ്രദർ പറഞ്ഞു, അതിൻ്റെ ശരിക്കുള്ള അർത്ഥം, ഐ വിൽ ഗിവ് യു റെസ്റ്റ്, സ്വസ്ഥത തരും. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സ്വസ്ഥത തരാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ഹല്ലേലൂയ, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്, all our sins and griefs to bear. Hallelujah. What a privilege to carry everything to God in prayer. എന്തോ നല്ലോ സഹിയേശു പാപദുഃഖം വഹിക്കൂ, എല്ലാം യേശുവോടു ചേർന്ന്. What a friend. What a friend we have in Jesus. What a privilege to carry everything to God in prayer. അതെ, everything to God in prayer. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടായ നിമിത്തം. അതെ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലാം. ഹല്ലേലൂയ. യേശു അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. മറിയ ചെയ്തതുപോലെ നല്ല അംശം തിരഞ്ഞെടുത്തു. അതെ, നല്ല അംശം തിരഞ്ഞെടുത്തു. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 62ന്റെ 8ാമത്തെ വാക്യം. ബൈബിൾ പറയുന്നു, 62ന്റെ 8ാമത്തെ വാക്യം. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ ദൈവം നമുക്ക് സങ്കേതമാകുന്നു. അതെ, എല്ലാ കാലത്തും അവനിൽ നമുക്ക് ആശ്രയിക്കാം. സുഖമുള്ള കാലത്തും ദുഃഖമുള്ള കാലത്തും നമുക്ക് ആശ്രയിപ്പാൻ ഒരു സങ്കേതമുണ്ട്. അവന്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരാം. സങ്കീർത്തനം 55ന്റെ 17, Psalms chapter 55 verse 17. ഞാൻ വൈകുന്നേരവും രാവിലെയും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതെ, ദാവീദ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം പറയുവാൻ അവനൊരു സ്ഥലം കണ്ടെത്തി. അത് മറ്റൊരു സ്ഥലമല്ല, അത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നമ്മുടെ സങ്കടങ്ങളെ പറയുവാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ നമുക്കൊരു സ്ഥലം ആവശ്യമാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതെ, അതൊരു നല്ല സംഗീതമാണ്. മനുഷ്യർ നമ്മളെ തെറ്റിദ്ധരിക്കാം, മനുഷ്യർ നമ്മളെ തെറ്റായി വിധിച്ചെന്ന് വരാം. പക്ഷെ ദൈവസന്നിധിയിൽ ദൈവത്തെ നമ്മൾ ഒരിക്കലും നമ്മളെ തെറ്റായി വിധിക്കത്തില്ല. അതുപോലെ തന്നെ മറ്റു ഉദാഹരണം നമുക്കറിയാം, ഏലിയാവിൻ്റെ ഉദാഹരണമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19ന്റെ 12ാമത്തെ വാക്യത്തിൽ അവനൊരു ചെറിയ ശബ്ദം ദൈവത്തിന്റെ സന്നിധിയിൽ കേൾക്കുകയാണ്, എ സ്മോൾ വോയിസ്. അതുപോലെ തന്നെ മോശയെ നമ്മൾ കാണുന്നു. തീക്ക് ശേഷം 1 രാജാക്കന്മാർ 19ന്റെ 12 ഏലിയാവ് തീക്ക് ശേഷം സാവധാനത്തിലുള്ള ഒരു മൃദുസ്വരമുണ്ടായി. അത് ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അതുപോലെ തന്നെ മോശയെ നമ്മൾ കാണുന്നു. പുറപ്പാട് പുസ്തകം 33ന്റെ 11ാമത്തെ വാക്യം, സോ ദ ലോർഡ് സ്പോക്ക് ടു മോസസ് ഫേസ് ടു ഫേസ്. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് മുഖാമുഖമായി സംസാരിച്ചു. ഒടുവിലായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്ന വാക്യം
നമ്മൾ യേശുവിൻ്റെ ജീവിതത്തെ എക്സാമ്പിളാണ്. നമുക്ക് നോക്കാം. മർക്കോസ് സുവിശേഷം 1:35 വാക്യം നമുക്ക് വായിക്കാം. അതിരാവിലെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് അവിടെ പ്രാർത്ഥിച്ചു. Now in the morning, having risen a long while before daylight, he went out and departed to a solitary place and prayed. അതുപോലെ ലൂക്കോസ് 5:16 So he himself often withdrew into a wilderness and prayed. അവനോ ഏകാന്ത സ്ഥലങ്ങളിൽ വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവങ്ങളെ ശ്രദ്ധിച്ചായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന ശൈലി? ആരുമില്ലാത്ത സ്ഥലം നോക്കി യേശു നിൽക്കുകയാണ്. ആരുമില്ലാത്ത സ്ഥലം കിട്ടിയിട്ട് വേണം യേശുവിനൊന്ന് പ്രാർത്ഥിക്കാൻ, പിതാവിനോട് സംസാരിക്കാൻ. ഒരു 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 സോളിറ്ററി പ്ലേസ്. ലൂക്കോസ് 6:12 അവൻ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ കഴിച്ചു. He went out to the mountain to pray and continued all night in prayer. ഒരു മലയിൽ പോയി യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 14:23 പുരുഷാരത്തെ പറഞ്ഞയച്ച ശേഷം അവൻ പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. And when he had sent the multitudes away, he went upon the mountain by himself to pray. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് യേശു ആളുകളിൽ നിന്ന് മാറി ആളുകളില്ലാത്തൊരു സ്ഥലത്ത് പോയി കുറച്ചു നേരം ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഒന്ന് എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വായിച്ച വാക്കിൽ വരുന്നു, നമ്മുടെ ഇരിപ്പ്, നമ്മൾ വേർ ആർ വി സിറ്റിംഗ്, വാട്ട് ആർ വി ലിസണിങ് ടു, വാട്ട് ഈസ് അവർ ചോയ്സ്? എവിടെ നമ്മൾ ഇരിക്കുന്നു, എന്ത് നമ്മൾ കേൾക്കുന്നു, എന്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ഇതാണ് നമ്മുടെ വിഷയം. ദ റൈറ്റ് ചോയ്സ്. മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു, യേശുവിൻ്റെ വചനം കേട്ടു. ഷീ ചോസ് ടു ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്. യേശു ഏറ്റവും നീഡഡായിട്ടുള്ള, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവൾ തിരഞ്ഞെടുത്തു. ഹർ ചോയ്സ്, ഹർ സീറ്റ്, her ears listened to the voice of God. Her choice was the right. ഇന്ന് രാത്രി കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവേ, മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ എന്നെ സഹായിക്കണമേ, നല്ല ഒരു തീരുമാനം എടുക്കുവാൻ എന്നെ സഹായിക്കണമേ. ദൈവസന്നിധിയിൽ ഒരു അല്പ നിമിഷം വേറിട്ടിരിക്കുവാൻ നമുക്ക് സമയമുണ്ടോ? ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാമോ? ഒന്നാമത്തെ സമർപ്പണം ഇതാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാനുള്ള ഒരു സ്ഥലം. ഒരു നിമിഷം കൊണ്ട് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുന്നു. അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്നവരുള്ളവരെ, എൻ്റെ അടുക്കൽ വരുവാനാണല്ലോ അങ്ങ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഓ റബ ശാരകത്തുടാര കന്ദിര റബ. Let the peace of God, which surpasses all understanding, guard the hearts and minds through Christ Jesus. സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം ഇപ്പോൾ തന്നെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ. എല്ലാ ടെൻഷനും മാറിപ്പോട്ടെ, എല്ലാ ഭാരവും നീങ്ങിപ്പോട്ടെ, എല്ലാ ആകുലതകൾ മാറിപ്പോട്ടെ, എല്ലാ നിരാശയും മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകുക. മനസ്സിനെയും ആത്മാവിനെ കുരുടാക്കുന്ന, മനസ്സിനെയും ആത്മാവിനെ ഡള്ളാക്കുന്ന ദുഷ്ട പിശാചിനെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിങ്ങളുടെ സഭയിലുള്ള ഓരോ വ്യക്തികളുടെ ഹൃദയത്തിനെ അങ്ങ് ടോട്ടൽ കൺട്രോൾ ഏറ്റെടുക്കണമേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന വചനപ്രകാരം യേശുവിന്റെ രക്തത്താൽ ഹൃദയങ്ങളെ ഞങ്ങൾ സുരക്ഷിതമാക്കുന്ന കർത്താവേ, അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇന്ന് വരെ ഒരു സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കാവോ? അത് എങ്ങനെ സാധ്യമാകുന്നുള്ളതിനെ കുറിച്ച് വറിയിടാവണ്ട, അത് കർത്താവ് ഏറ്റെടുത്തോളൂ. എന്നാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇന്ന് രാത്രി തീരുമാനിക്കുന്നുണ്ടോ? ഒരു സമയം, അത് രാവിലെ ഉച്ചയാവും, വൈകിട്ടാവും, പാതിരാത്രിയാവും, ഒരു സമയം ദൈവത്തിന്റെ സന്നിധിയിൽ വാതിലടച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയത്തെ പകരുന്ന, അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ദൈവത്തോട് പറയുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം പകരുന്ന, ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു പ്രൈവറ്റ് ടൈം ഒന്ന് തീരുമാനിക്കാമോ? കർത്താവേ, ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു, ഇന്നു മുതൽ അങ്ങനെ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഇല്ല കർത്താവേ. അങ്ങേക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം, ഞാൻ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, 1 മണിക്കൂർ എന്നാൽ കഴിയുന്ന സമയം, ഞാൻ കുറച്ച് സമയം ഞാൻ അങ്ങയുടെ സന്നിധിയിലെ അങ്ങേക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കർത്താവേ, എന്നോടുകൂടെ ഈ തീരുമാനമെടുത്ത ഓരോ ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കണമേ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രിയിൽ ഈ ഓൺലൈനിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കൾ
എടുത്ത തീരുമാനം സ്വർഗം കണ്ടല്ലോ. ഇന്നു മുതൽ കർത്താവെ ആ നിമിഷങ്ങൾ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാക്കി അവരുടെ ജീവിതത്തിലെ ആത്മീയ വർധനവിന് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ആക്കി മാറ്റണം. യേശുവിനെ പോലെ വേറിട്ട സമയം ദൈവത്തിൽ ചിലവഴിക്കുന്ന നിമിഷങ്ങളായി തീരട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ തടസ്സങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. അതെ, ജനത്തെ പ്രാർത്ഥിക്കുവാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ശക്തികളെ ശാസിക്കുന്നു. അതെ, മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കുക എന്ന് കർത്താവ് അരുളി ചെയ്തതുപോലെ ഫറവോന്റെ ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. അതെ, ഈ ജനത്തെ വിട്ടയക്കുക, അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കട്ടെ. കർത്താവെ, യേശു നാമത്തിൽ ഞങ്ങൾ തന്നെ താഴ്ച സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. ഈ ഒരു നല്ല തീരുമാനം എടുത്തവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇരിപ്പ്, ഞങ്ങളുടെ കേൾവി, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഉത്തമമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പ്രാർത്ഥന എടുക്കുന്ന നല്ല പിതാവേ, ആമേൻ, ആമേൻ. ഈ വചന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ.